പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 24-കാരനെ കുത്തിക്കൊന്നു. കേരാമ്പാറ സ്വദേശിയായ ഷെഫീഖാണ് മരിച്ചത്. കേരാമ്പാറ സ്വദേശിയായ നെൽസൺ, ജെൻസൺ എന്നിവരാണ് ആക്രമിച്ചത്. കാളവണ്ടിയുമായി പോകുന്നതിനിടെ വഴി നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നെൽസൺ കാളവണ്ടിയുമായി പോകുന്നതിനിടെ ബൈക്കിലെത്തിയ ഷെഫീഖിന് വഴി നൽകാത്തതിന് പിന്നാലെ തർക്കമുണ്ടാവുകയും ഷെഫീഖിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു. തൃശൂർ മാപ്രാണത്ത് വയോധികനെ യുവാക്കൾ മർദ്ദിച്ചു. മാപ്രാണം സ്വദേശി രാജൻ എന്നയാളെയാണ് സിഗരറ്റ് ചോദിച്ചെത്തിയ യുവാക്കൾ മർദ്ദിച്ചത്. സിഗരറ്റ് ഇല്ലെന്ന് പറഞ്ഞതോടെയാണ് രാജന് നേരെ ആക്രമണം നടത്തിയതെന്നും ഇവർ ലഹരിയിലായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. ആക്രമണത്തിനിടെ ഇവർ രാജന്റെ കഴുത്തിലെ മാല പൊട്ടിച്ചു. നാട്ടുകാരുടെ ഇടപെടലിലൂടെയാണ് മാല തിരികെ ലഭിച്ചത്. ഇരിങ്ങാലക്കുട പോലീസ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം വഴിക്കടവിൽ 98.6 ഗ്രാം MDMA-യുമായി 2 പേർ പോലീസ് പിടിയിൽ. മഞ്ചേരി എളങ്കൂർ സ്വദേശി സൈഫുദ്ദീൻ, ചുങ്കത്തറ കൈപ്പിന്റെ സ്വദേശി റിയാസ് അലി എന്നിവരെയാണ് പോലീസ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പുലർച്ചെ വഴിക്കടവ് ആനമറി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപം വെച്ചാണ് ഇരുവരും പിടിയിലായത്. ജില്ലയിലെ മഞ്ചേരി, എളങ്കൂർ, നിലമ്പൂർ, ചുങ്കത്തറ മേഖലകളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്നു MDMA.